നമസ്കാരം. എൻഡിഎ എന്ന ഭരണപക്ഷ മുന്നണിയെ നേരിടുന്നതിന് വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ താഴെ ഇറക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച 28 പാർട്ടികളെ ഒപ്പം നിർത്തി രൂപീകരിച്ച INDA എന്ന പ്രതിപക്ഷ മുന്നണിയുടെ ഭാവി ഇപ്പോൾ ചോദ്യ ചിഹ്നത്തിൽ തന്നെയാണ്. കാര്യം എന്തെന്നാൽ അവിടെ നിതീഷ് കുമാർ, മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അവർ ഏത് നിമിഷവും ഇന്ത്യയിലേക്ക് എത്തിയേക്കാം, അല്ലെങ്കിൽ സ്വതന്ത്രരായി തന്നെ മത്സരിച്ചേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഏറ്റവും ഒടുവിലായി നിതീഷ് കുമാർ ഇന്ത്യയിലേക്ക് വരുന്നു എന്നതിന്റെ ചില സൂചനകൾ ബ്രേക്കിംഗ് വാർത്തകളായി ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം നൽകുന്നുമുണ്ട്. എന്തായാലും നിതീഷ് കുമാറും മമതാ ബാനർജിയും മാത്രമല്ല, മറിച്ച് INDA എന്ന പ്രതിപക്ഷ മുന്നണിയിലെ ഒരു കരുത്തൻ കൂടി അവിടെ നിന്നും പടിയിറങ്ങി NDAയിലേക്ക് എത്തുമെന്നതിന്റെ വ്യക്തമായ ചില സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. മറ്റെങ്ങുമല്ല, മഹാരാഷ്ട്രയിലാണ് NCPയുടെ അധ്യക്ഷനായ ശരത് പവാർ NDA പാളയത്തിലേക്ക് എത്തിയേക്കാം എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ ഇപ്പോൾ വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, NCPയിൽ ഒരു പിളർപ്പുണ്ടായത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. അനന്തരവനായ അജിത് പവാർ നിലവിൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗമാണ്. ഇതൊക്കെ ശരത് പവാറിന്റെ അറിവോടുകൂടി ആയിരുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ആ സമയത്ത് തന്നെ ശക്തമായിരുന്നു എങ്കിൽ പോലും ഇതൊക്കെയും ശരത് പവാർ ആ സമയത്ത് തള്ളിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു മഹാരാഷ്ട്ര രാഷ്ട്രീയം കൃത്യമായി പഠിക്കുന്ന ആളുകൾ പറയുന്നത്, ശരത് പവാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അജിത് പവാർ ഈ സഖ്യ സർക്കാരിന്റെ ഭാഗമായത് എന്ന് തന്നെയാണ്. എന്തായാലും നിലവിൽ NCPയുടെ അവസ്ഥ കുറച്ച് കഷ്ടമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 10 വർഷത്തോളമായി അവർക്ക് സംസ്ഥാനത്ത് അധികാരമില്ല, കേന്ദ്രത്തിലും കാര്യമായ പ്രാതിനിധ്യം ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ INDA എന്ന മുന്നണി വിട്ടുകൊണ്ട്, ഓരോ ദിവസവും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന INDA വിട്ടുകൊണ്ട് NDA പാളയത്തിലേക്ക് ശരത് പവാർ എത്തിയേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നമുക്കറിയാം. മകളായ സുപ്രിയ സുലെയെ എങ്ങനെയെങ്കിലും പാർട്ടി ഏൽപ്പിച്ച് സ്വസ്ഥമായി ഒതുങ്ങിക്കൂടുക എന്ന ഒരു ആഗ്രഹം ശരത് പവാറിനുണ്ട്. പക്ഷേ സുപ്രിയ സുല അത്ര ഒരു കരുത്തുറ്റ നേതാവല്ല. കാര്യം ഇത്രയും വലിയൊരു പാർട്ടിയെ നയിക്കാനുള്ള കരുത്തൊന്നും അവർക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ എങ്ങനെയെങ്കിലും സുപ്രിയ സുലയ്ക്ക് ഒരു കൃത്യമായ അധികാരം നൽകി, അല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും സുരക്ഷിതയാക്കുക എന്ന ഒരു ആഗ്രഹം ദീർഘകാലമായി തന്നെ ശരത് പവാറിനുണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് ഇവർ മുതിരുന്നത് എന്നും പറയപ്പെടുന്നു. കാരണം സുപ്രിയ സുലെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ അവരെ പിന്നീട് BJP ശിവസേന സഹായത്തോടുകൂടി കേന്ദ്രമന്ത്രി പദത്തിലേക്ക് ഉയർത്തുക എന്ന ഒരു വലിയ ലക്ഷ്യം ശരത് പവാറിനുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു വലിയ പ്രതിസന്ധി ഉണ്ട്. കാരണം ഈ മഹാരാഷ്ട്രയിലുള്ള പഞ്ചസാര മില്ലുകളിൽ ഏറിയ പങ്കും ശരത് പവാർ കുടുംബത്തിന്റെ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ 25,000 കോടി രൂപയുടെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഏറെ കാലമായി തന്നെ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ഇത് ഏറ്റെടുത്തേക്കും, അല്ലെങ്കിൽ അതിന്റെ അന്വേഷണം വലിയ ഒരു ശക്തമായ ഘട്ടത്തിലേക്ക് കടക്കുമെന്നതിന്റെ സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഈ പഞ്ചസാര മില്ലുകൾ മാത്രമല്ല, മറിച്ച് അവിടെയുള്ള ചില കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിലും മറ്റും NCP കാര്യമായ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നിതീഷ് കുമാറിനും മമതാ ബാനർജിക്കും തൊട്ടു പിന്നാലെ ശരത് പവാറും ഒരുപക്ഷെ NDA പാളയത്തിലേക്ക് എത്തിയേക്കാം എന്ന തരത്തിലുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.